Psalm number 105. Psalm number 105, verses 16 to 22. 105 സങ്കീർത്തനം അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യം. അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി, അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ചവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവൻ്റെ പ്രഭുക്കന്മാർ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. Can you read that 16 and 17? Verses 16 and 17. And he called for a famine upon the land. He broke the whole staff of bread. He sent a man before them, Joseph, who was sold as a slave. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യം ഇതായിരുന്നു. ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും പിന്നിലുണ്ട്. What we meditated last week was God's hand is working behind everything currently we are facing. അതുകൊണ്ട് ഏത് കാര്യത്തിലും നമുക്ക് ഉറയ്ക്കാം, God's hand is behind everything that happens to the children of God. Amen. Hallelujah. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നില്ല എന്ന ഒരു വറിയുടെ ആവശ്യമില്ല. സകലത്തെയും അവിടുന്നാണ് നിയന്ത്രിക്കുന്നത്. അവൻ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് സ്ക്രിപ്ചർ നമ്മളോട് പറയുന്നത്. Amen. Scripture is reassuring us that everything is happening according to God's will, and without his permission nothing is happening in anyone's life. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു കോട്ട് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും നമ്മൾ ഒരാൾ എഴുതിയേക്കുന്നൊരു കാര്യമാണ്. അത് പ്രായമുള്ളവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയുകയും ചെയ്യാം. നമുക്ക് പേരൻസിന് ചർച്ച എന്നുള്ളത് ഓപ്ഷണൽ ആണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ചർച്ച എന്നുള്ളത് അൺനെസസറി ആയിരിക്കുമെന്ന്. Last week I read a quote. If parents have a mentality as going to church or church activities are as an optional thing, then to their kids church will be always an unnecessary thing. പ്രായമുള്ളവർക്ക് അറിയാമല്ലോ ആ കാര്യത്തിൻ്റെ സീരിയസ്നെസ്. എന്നോട് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിൽ വന്നിട്ടുള്ള എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് 2, 3, 4 വീടൊക്കെ മേടിച്ചു, പക്ഷേ മക്കളാരും കർത്താവിനെ സേവിക്കുന്നില്ലെന്ന് പറഞ്ഞു. Because many of my relatives are here and a few of them told me that we collected a lot of wealth, but many of our children are not following the path of this Christianity. എന്നോട് വേറൊരാൾ പറഞ്ഞു, എൻ്റെ മകൾക്ക് ഒത്തിരി പണമുണ്ട്, പക്ഷേ എനിക്കൊരു സന്തോഷമില്ല, കാരണം അവൾ ചർച്ചിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു. Another relative told me that my daughter has a lot of money, but I am not happy because she is not attending any church. എബ്രായ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, നാൾ സമീപിക്കും തോറും അധികം. എന്താ ആ വാക്യത്തിൻ്റെ കോൺടെക്സ്റ്റ് എന്നറിയാമോ? ആത്മീയ കൂട്ടായ്മകളെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. നാൾ അവിടെ പറയുന്നത് ഈ നാളെന്താ? We are heading towards the coming of Christ. അതവിടെ പറയുന്ന നാള്. കർത്താവിൻ്റെ വരവ് അടുക്കും തോറും വിശ്വാസത്യാഗം സംഭവിക്കുമെന്നും, എന്നാൽ ദൈവസഭയോട് പറഞ്ഞേക്കാണ് നാൾ സമീപിക്കും തോറും ആത്മീയ കൂട്ടായ്മകളെ ഉപേക്ഷിക്കരുത്. 10:26 Hebrews 10. Amen. Hebrews chapter 10 verse 26, it is saying that do not abandon gathering together or fellowship. Do not neglect fellowship, because you have to do it as much as possible because the time is near. Praise the Lord. Amen. എനിക്ക് ചർച്ച ഓപ്ഷണൽ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് ചർച്ച അൺനെസസറി ആയിരിക്കും. പേരൻസ് വെരി കെയർഫുൾ. Parents, be careful. If we are thinking spirituality as an optional thing, then our kids will think that spirituality is an unnecessary matter in their life. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ആത്മാവില്ലെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട് ഈ നാട്ടിൽ. There is a common saying in this city that I do not have spirit. നമുക്ക് ഈ ആത്മാവെന്ന് പറയുന്ന ഈ 66 പുസ്തകത്തിൻ്റെ വെളിയെന്ന് പറയുന്നവർക്കെല്ലാം എന്തോ ഉണ്ട്. കുടിക്കുക. ഞാൻ മനഃപൂർവ്വം സിമ്പിളായ പ്രസംഗം ഒരു 3-4 ആഴ്ച മനഃപൂർവ്വം പ്രസംഗിക്കുക.
വരുന്നുണ്ട്. റോമാലേഖനം കൊലോസ്സലേഖനം ഒക്കെ ആയിട്ട് ഞാൻ ഒരു മാസം കഴിയുമ്പോൾ വരാം. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഒരു കൺസെഷനും ആ കാര്യത്തിനകത്തില്ല. എനിക്ക് 30 മിനിറ്റ്സ് പ്രസംഗിക്കാൻ എനിക്ക് 1000 മണിക്കൂർ വേണേലും പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പറ്റും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഈ പുസ്തകം തുറന്നാൽ മാത്രം മതി. അതുകൊണ്ട് ഈ 66 പുസ്തകത്തിൽ നിന്ന് പറയുന്നവർക്കാണ് യഥാർത്ഥ ആത്മാവുള്ളത്. മനസ്സിലാവുന്നോ? അത് നമ്മൾ ചിന്തിക്കുന്ന അതിൻ്റെ പുറത്തുനിന്ന് പറയുന്നവർക്കാണ് എന്തോ ഉള്ളത്. നമ്മൾ തെറ്റിപ്പോകരുത്. ഇതാണ് നമ്മുടെ നിത്യജീവന് വേണ്ടിയുള്ളത്. ഇതാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുന്നത്. ഇതിൻ്റെ വെളിയിലുള്ളതിനെല്ലാം ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്യണം. Amen. We always test everything based off of the scripture, and inside the 66 books we have everything we need to have the spirit each and every day. So always test the spirit whether it is according to the scripture. എന്നോട് ചിലപ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇവിടെയും ചോദിക്കും, പുറത്ത് പ്രസംഗിക്കാനൊക്കെ പോകും ചോദിക്കും, പാസ് അന്യഭാഷ പറയുകയല്ലേ ചോദിക്കും. Many people usually used to ask, not only here, from other side also, wherever I go for preaching, they ask me, Father, Pastor, do you exercise speaking in tongues? ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയട്ടെ. Let me tell ഇവിടെ you honestly, ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരേക്കാൾ കൂടുതൽ അന്യഭാഷ പറഞ്ഞൊരു ഉപദേശിയാണ് ഞാൻ. പക്ഷെ മൈക്കിനകത്തൂടെ കഴിയുന്നതും പറയുകയില്ല. കാരണം എന്നാണെന്നറിയാമോ? അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലും സംസാരിക്കുന്നതാണ് എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൈക്കിനകത്തൂടെ അധികം പറയാത്തത്. എല്ലാവരുടെയും സംശയം തീർന്നോ? എൻ്റെ കൊച്ചിടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഞാൻ വീട്ടിലൊറ്റയ്ക്ക് പ്രാർത്ഥിക്കും, ഡാഡി നീ എന്താ പറയുന്നതെന്ന്. I practice speaking in tongues when I pray personally, and I would prefer to speak in any known languages like Malayalam or English when I preach to the public, and I personally experience speaking in tongues in my prayer. എന്നെ നോക്കുന്നുണ്ട്, അങ്ങനെ ഒരു വാക്യം ഇല്ലെന്നൊരു തോന്നുന്നില്ല. അങ്ങനെ ഒരു വാക്യം ഉണ്ടോ ബൈബിളിനകത്ത്? Is there a verse in Bible? 1 Corinthians 14 1 Corinthians chapter 14. 18-19 എന്താ അപ്പോസ്തലൻ പറയുന്നത് നോക്കിയേ. 18. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ, നെക്സ്റ്റ് വാക്യം, എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മൈക്കിനകത്തൊരു അന്യഭാഷയിൽ സംസാരിച്ചാൽ പ്രസംഗിക്കാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? നിങ്ങൾക്ക് അതിന് ആമേൻ പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെക്കാൾ അധികമായിട്ട് ദൈവത്തോട് എന്ത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പബ്ലിക്കിൽ പറയുന്നതിനോട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ ബൈബിൾ വായിച്ച് നോക്കുക. നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൃപ ദൈവം ആ ലാംഗ്വേജ് പറയാൻ തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സ്പെൻഡ് അവേഴ്സ് ഇൻ പ്രയർ. Amen. നിങ്ങളുടെ ലാംഗ്വേജിൽ പ്രാർത്ഥിച്ചാൽ മാക്സിമം യു ക്യാൻ പ്രേ 15 or 20 minutes. എല്ലാ വിഷയം തീരുകയല്ലേ? എന്നാൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് നോക്കിയാൽ യു ക്യാൻ സ്പെൻഡ് അവേഴ്സ് ഇൻ പ്രയർ. If you start praying in your own language, you may end up that prayer within 15 or 20 minutes. But if you start praying in the Spirit by speaking in tongues personally, you can pray hours and hours. ഇപ്പം ഞാൻ പറഞ്ഞ സെൻറ്റൻസ് ഇനി എന്നെ പ്രസംഗിക്കാൻ പോകുന്ന എന്നെ വിളിക്കുന്ന എല്ലായിടത്തും ഞാൻ ആദ്യം പറഞ്ഞിട്ടേ തുടങ്ങുവോളം തീരുമാനിച്ചേക്കുക. The sentences which I just said, I would like to repeat wherever I am called for preaching. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കിൽ അധികം പറയാത്തതിൻ്റെ കാര്യം. മനസ്സിലായല്ലോ? That is the reason. നിങ്ങളെക്കാൾ അധികമായിട്ട് ഞാൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. അങ്ങനെ ഒരു കൃപയുണ്ടെങ്കിൽ മുട്ടയിലിരിക്കണം, ആത്മാവിൽ കർത്താവിനോട് സംസാരിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ രുചി അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ സെൻറ്റൻസ് തികയ്ക്കാൻ അന്യഭാഷ പറയുന്ന പരിപാടി ഞാൻ മരണം വരെയും ചെയ്യല. So please try to practice and kneel down before God and ask for the gift of the Holy Spirit, like speaking in tongues, and God will give you that gift and exercise it. Then you can enjoy the presence of the Lord more beautifully. Praise the Lord. നമുക്ക് പണിയൊന്നുമില്ലല്ലോ. എനിക്ക് എൻ്റെ ചർച്ചിലല്ലാതെ വേറെ ആരോടും ഇത് പറയാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ വരുന്നുണ്ട്, എല്ലാത്തിനും ഇനിയുണ്ട് ഓരോന്നോരോന്ന്. നോക്കിയേ, ഒരു അല്പകാര്യം മാത്രമേ പറയത്തുള്ളൂ. ജോസഫിൻ്റെ ലൈഫ് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കേണ്ടതിന് ഏറ്റവും മോഡൽ ലൈഫാണ്. Joseph's life is the best model life. If we want to lead an ideal life, we can look into Joseph's life. ഓൾഡ് ടെസ്റ്റമെന്റിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മോഡൽ ക്യാരക്ടറാണ് ജോസഫ്. An ideal or a model
character which we all can follow from the Old Testament is the name Joseph. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. I would like to mention a few more things. ജോസഫ് 30 years ബിലോ ആയിരുന്നു ആ സമയത്ത്. Joseph, when he was sold, when he became the second in command, he was 30 years old. തനിക്ക് അവിടെ ഒരു ചർച്ചില്ല, തനിക്ക് പേരൻസ് ഇല്ല, തനിക്ക് സഹോദരങ്ങളില്ല, താൻ ആരാണെന്ന് ആർക്കും അറിയില്ല. When he was taken to a foreign land where there was no one who knew Joseph and who was alone in a foreign land. At that time he was about 30 years old. പക്ഷേ അവിടെയും താൻ ഹോളി ആയിട്ട് ജീവിച്ചു എന്നതാണ് ഒന്നാമത്തെ പാഠം. The first and foremost important matter about Joseph's life is wherever he went, especially when he was in the foreign land of Babylon, he led a spiritual Christian life. ഈജിപ്തിലാണ്. A holy life. When he was taken to Egypt, he led a holy life. എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നേ? ലോകത്തെ സ്നേഹിക്കരുത്, The ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. കാര്യം എന്നാ? നമ്മൾ ആരാണെന്ന് തിരുവെഴുത്തിനകത്തുണ്ട്, നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് തിരുവെഴുത്തിനകത്തുണ്ട്, ലോകത്തിന്റെ സ്നേഹത്തിന്റെ നാശം എന്താണെന്ന് തിരുവെഴുത്തിനകത്തുണ്ട്. ജോസഫ് നമുക്ക് ഫോളോ ചെയ്യാൻ നല്ലൊരു ക്യാരക്ടറാണ്. Because scripture very clearly says that do not love the world or the things of the world, because we do not belong to the world. So Joseph is the best character to follow. ജോസഫ് മാരി ചെയ്തത് ഈജിപ്തിലെ ഒരു പ്രീസ്റ്റിന്റെ മകളെയാണ്. Joseph married to a girl who is a daughter of a priest in the land of Egypt. അന്നത്തെ സാഹചര്യം നമുക്കറിയില്ല. പക്ഷേ ഒരു ഫോറിനറായ ഒരുവളെ കല്യാണം കഴിച്ചെന്ന് മാത്രമല്ല, അവിടെ അപ്പൻ എന്നുള്ളത് ഒരു റിലീജിയസ് പ്രീസ്റ്റ് ആയിരുന്നു ആ ജാതികളുടെ. Joseph married a girl whose father was a priest of that Gentile area. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ട് മക്കളുടെയും പേരെങ്ങനായിരുന്നു? ഈജിപ്ഷ്യൻ നെയിം അല്ല ഇട്ടത്. തൻ്റെ വൈഫിന്റെ പേരും തൻ്റെ പേരും ഈജിപ്ഷ്യൻ നെയിം ഫറവോയും അവിടെ അപ്പനും ഇട്ടപ്പം ജോസഫ് തൻ്റെ മക്കൾക്ക് ഇട്ട പേരെന്നറിയാമോ? ഹീബ്രു നെയിമാണ്. While he was in Egypt, Joseph and his wife was from an Egyptian priestess daughter, but still when they had two sons, he named them not after Egyptian culture but from a Hebrew name he put forward. ഫറവോന് ജോസഫിന്റെ നെയിം മാറ്റാം, പക്ഷെ ജോസഫിന്റെ മക്കളുടെ പേരിടാൻ പറ്റിയല്ല, റൈറ്റ്? Pharaoh can change the name of Joseph, but he doesn't have the authority to change the name of Joseph's kids' name. അവിടെ ജനിച്ചു, അവിടെ വളർന്നു എന്ന് വന്നിട്ടും ജോസഫ് ചെയ്ത ഒന്നാമത്തെ ഗുണം എന്നാണെന്നറിയാമോ? തൻ്റെ മക്കളെ ഇസ്രയേല്യരായിട്ട് വളർത്തി എന്നുള്ളതാണ്. While Joseph was leading a life in the land of Egypt, but still he led a life and he raised his children according to the culture of Israelites. ഹീബ്രുവിനെ കൊടുത്തെന്ന് മാത്രമല്ല, ഒരു എബ്രായരുടെ ഒരു ദൈവം ഉണ്ടെന്നും നമുക്കിങ്ങനെ ഒരു ആൻസിസ്ട്രി ഉണ്ടെന്നും നമ്മൾ അവിടുത്തുകാരാണെന്നും അപ്പൻ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു വളർത്തി. A father who taught his children, we are Hebrews and we have a Hebrew God. മനശ്ശെ എന്നല്ലേ ഒരാളുടെ പേര്? One son's name is Manasseh. എന്താ മനശ്ശെന്ന് പേരിടാൻ കാരണം? What is the reason? എന്റെ പഴയ കാര്യമെല്ലാം ഞാൻ മറന്നു, അതാ അതിന്റെ അർത്ഥം. I forgot all my past. That is the meaning of Manasseh. അങ്ങനെങ്കിൽ മനശ്ശെ ഒരിക്കൽ വളർന്നപ്പോ ചോദിച്ചാണ്, എന്തിനാ ഡാഡി ഇങ്ങനൊരു പേര് എനിക്കിട്ടെ? While Manasseh must have grown up and then he must have asked his dad, why did you put a name like this for me? അന്നേരം മിക്കവാറും പറഞ്ഞു കാണും, എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എന്നെ വേദനിപ്പിക്കുന്നതാണ്, പക്ഷെ നിന്നെ വിളിക്കുമ്പോൾ ഞാൻ അതൊക്കെ let this stuff go. Amen. He must have answered his son, when I think about my past it is very painful, but when I call your name I am forgetting all my past. ജോസഫ് അവിടുത്തെ സെക്കൻഡ് ഇൻ കമാൻഡ് ആകുകയാണ്. Joseph was becoming a second in command in the land of Egypt. സകല അവകാശം കിട്ടിയപ്പം മിസ്രയീമിനെ താൻ വിളിച്ച പേരെന്നറിയാമോ? When he received all the possessions, what did he call the Misraims? The land of griefs and trouble. സങ്കടദേശം എന്നാ വിളിച്ചേ. He called that land the land of griefs and misery. നമുക്ക് അങ്ങനെ വിളിക്കാനായിട്ട് പറ്റുമോ ഈ ഭൂമിയെ? നമ്മൾ ഇവിടുന്ന് അങ്ങ് പറിച്ച് മാറാതെ വണ്ണം ഇവിടെ അങ്ങ് നമ്മൾ എല്ലാമാണെന്ന് പറഞ്ഞ് പിടിച്ചേക്കാണല്ലേ.
Are we able to call this land where we are currently living also as a land which is misery and grievous? അത് ഭയങ്കര അപകടമാണ്. ബാബേലിൽ നിന്ന് ഇസ്രയേലിന് തിരിച്ചു പോകാനായിട്ടുള്ള സമയമായപ്പോഴും ബാബേലിന്റെ സമൃദ്ധിയിൽ ആ ജനം ഹോൾഡ് ചെയ്തു. അവരവിടെ നശിച്ചു തീരുകയായിരുന്നു എന്ന ചരിത്രം നമ്മൾ മറന്നു പോകരുത്. We can see in history when the Israelites received a chance to return from Babel to their own land, they still remained in the land of Babylon and they perished. Praise the Lord. Hallelujah. ഒരു മോഡൽ ലൈഫ് And we can see here a model life in the നമ്മുടെ character of ജീവിതം Joseph. ഈ രാജ്യത്ത് അങ്ങനെ ആയിരിക്കണം. Amen. നമുക്ക് അഫെക്ഷൻ എന്ന് തോന്നുന്ന എല്ലാറ്റിനോടും അങ്ങനെ ആയിരിക്കണം. ഇത് എൻ്റെ അന്യദേശമാണ്, ഇവിടെ ഞാൻ ഏലിയൻസ് ആണ്, ഇവിടുന്ന് ഞാൻ പോകേണ്ടതാണ്. ആ ഒരു ബോധ്യം എല്ലാ കാര്യത്തിലും ഇടപെടുമ്പോൾ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ജോസഫ് വാസ് എ ഗുഡ് മോഡൽ. Amen. When we currently live on this land, we always need to think that we are just foreigners. This land is just a temporary land, and we are heading to a permanent place, and we need to leave this place very soon. With that attitude in our mind, we need to live our life on this earth. ജോസഫ് ഏറ്റവും അവസാനം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പോകാൻ നേരത്തെ എൻ്റെ അസ്ഥി എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം എന്നാ? ജോസഫ് പറഞ്ഞൊരു അർത്ഥം ഇതാണ്, എൻ്റെ അസ്ഥി പോലും ഉമ്മാർക്ക് എന്ത് ചെയ്യരുത്. അങ്ങനെ നമുക്കൊരു സെൻസ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ടുവേർഡ്സ് ദ ഈവിൾ വേൾഡ് സിസ്റ്റം. Amen. When Joseph was about to die, he told his sons very clearly, you need to take away my bonds from this land. He doesn't need anything from that land. And we all need to have that attitude towards this land. This land is temporary. അതുകൊണ്ട് ചർച്ച നമുക്ക് ഓപ്ഷണൽ ആകരുത്, അത് നമുക്ക് നെസസറി ആണ്. എനിക്കും നിങ്ങൾക്കും ആത്മീയത ഓപ്ഷണൽ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് ആത്മീയത അൺനെസസറി ആയിരിക്കും. ആ ദുരന്തം വരുത്തി വെച്ച് അത് കണ്ട് ദുഃഖത്തോടെ യാക്കോബ് പറഞ്ഞ പോലെ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കരുത്. So we always need to think that we need to take our church and spirituality as a serious matter. If we are thinking spirituality as an optional thing, then our descendants will think spirituality is an unnecessary matter. So take it seriously. ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ ദൈവത്തോടുള്ള ഭക്തിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഉപദേശിച്ചു തരാം. അത് അതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് വ്യാഖ്യാനിച്ച് നോക്കിയേ. മക്കളെ എൻ്റെ അടുക്കൽ എന്ത് ചെയ്യണം? വരണം. ദൈവത്തോടുള്ള ഭക്തി എന്താണെന്ന് ഞാൻ എന്ത് ചെയ്യാം? അതിൻ്റെ അർത്ഥം അപ്പൻ ഭക്തനാണല്ലേ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. When David was an old man, he was calling his children, come unto me. I am an old man. I would like to let you know the fear of the Lord, to teach you. അതിൻ്റെ അർത്ഥം എന്നാ? അപ്പൻ ഭക്തനാ. What is that? Why he is saying so? Because he is a spiritual man. Then only he can explain to his kids about the fear of the Lord. പ്രാർത്ഥിക്കുന്ന അപ്പന് മക്കളോട് പറയാൻ നിനക്ക് നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവിടെ അടുത്ത് പിടിച്ച് മുട്ടായി ഇരുത്തണം, പ്രാർത്ഥിക്കണം എന്ന് പറയണം. Amen. A father who is a praying father can call his son or daughter and say, kneel down and start praying. അതുകൊണ്ടാണ് ഈജിപ്തിലെ പ്രീസ്റ്റിന്റെ മകളുടെ കൂടെ ആ ഫറവോന്റെ നിയമപ്രകാരം അവിടെ ജീവിക്കേണ്ടി വന്നിട്ടും മക്കൾക്ക് എബ്രായനെയും കൊടുത്തു. മക്കളെ ഇസ്രായേലരായിട്ട് വളർത്തി എൻ്റെ അസ്ഥി പോലും ഇവർക്ക് കൊടുക്കരുത്. ജോസഫിന് ദൈവം എന്നുള്ളത് നെസസറി ആയിരുന്നു. Amen. Joseph's character, he is actually, even though he was raised up in the land of Egypt and he married to an Egyptian priest's girl, but still he raised up his kids in a Hebrews culture and he gave their names also in Hebrews, and we can actually strictly follow a pattern from Joseph's life. A good model to follow. A good model to follow, Joseph. രണ്ട് കാര്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ. മൂന്നാമത്തേത്, എൻ്റെ വാക്കുകളെ ഞാൻ വളരെ ഒരു 3-4 കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്താം. മൂന്നാമത്തെ കാര്യം, ഇവിടെ ജോസഫ് ഈജിപ്തിൽ ചെല്ലുന്നു, പലവിധമായ ക്രൈസിസിലൂടെ പോകുന്നു, ഫൈനലി ഏറ്റവും ടോപ്പ് പൊസിഷനിലെത്തുന്നു. When Joseph landed in the land of Egypt, he went through a lot of problems and issues, but finally he came to the second in command, in that he climbed up the ladder to the second in command. And that is how we can see the trajectory of Joseph's life. ആ യാത്ര നോക്കിയാൽ 13 വർഷമുണ്ട് ജോസഫിന്റെ. If we look to that troubles he went through, we can see almost 13 years he went through different seasons in his life. ഒരു പ്രസംഗം പറഞ്ഞു, ജോസഫിന്റെ ചെയർ പണിയാൻ 13 വർഷം എടുത്തെന്ന് പറഞ്ഞു. One man of God said that in order to build up Joseph's chair, it took almost 13 years. മൂന്നാമത്തെ കാര്യം,
God will use any means to fulfill his purpose. Amen. ജീവിതത്തിലെ ലോകത്തിലെ എല്ലാ കാര്യവും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി നിറവേറ്റാൻ തനിക്ക് പദ്ധതി ഉണ്ടെങ്കിൽ God will use any means to fulfill his purpose. Amen. A child of God, and in their life, God will use always any means to fulfill his own purpose. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എന്നെ പറ്റിയും നിങ്ങളെ പറ്റിയും ദൈവഹിതമായൊരു പദ്ധതിയുണ്ട്. നാം ദൈവരാജ്യത്തിലുണ്ടായിരിക്കണം, നാം ആത്മീയരായിരിക്കണം, നമ്മൾ കർത്താവിനെ സെർവ് ചെയ്യണം. ആ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് കർത്താവ് ഏത് വഴിയും ഉപയോഗിക്കും. We all have a definite purpose in the mind of God. So God will use any means to fulfill that purpose. നമ്മളൊക്കെ ചിലപ്പോൾ ഓർക്കല്ലേ, ആ കാര്യം കൂടെ ഒന്ന് റെഡി ആകുമായിരുന്നു, സുഖമായിട്ട് ജീവിക്കായിരുന്നു. നടക്കില്ല. Many a times we used to think that if only that matter could have happened, I could have lived a good life. But it's not in that way. God will use any means to fulfill his purpose. Amen. Hallelujah. തിരുവെഴുത്തിനകത്ത് നമുക്ക് വരച്ചേക്കുന്നൊരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഫൈനലി വി വിൽ റീച്ച് ടു ഹെവൻ, നിയർ ടു ക്രൈസ്റ്റ്. ആ യാത്ര നമ്മൾ തെറ്റാതെ അങ്ങ് ചെല്ലേണ്ടതിന് എല്ലാ കാര്യത്തെയും കർത്താവ് ഉപയോഗിക്കുകയാണ്. Hallelujah. For each of us, God has separated and set apart a track, and we all need to go through that track and finish our race. നമുക്ക് ജോസഫിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ദൈവം അല്ലെങ്കിൽ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് പേര് മാത്രം ഞാൻ പറഞ്ഞു വിടാം. Let us quickly look into that, the life, the trajectory through which Joseph went through. ഒന്നാമത്തേത്, സഹോദരന്മാരുടെ envy, അവരുടെ അസൂയയെ ദൈവം ഉപയോഗിക്കുന്നു. First thing, envy of his brothers. രണ്ട്, അവരുടെ ദുഷ്ട ചിന്തയെ ദൈവം ഉപയോഗിക്കുന്നു. Second thing, the wicked thoughts of his brothers. മൂന്നാമത്തേത്, ആ പൊട്ട കിണറിനെ ദൈവം ഉപയോഗിക്കുന്നു. Third thing is that empty well he's using. നാലാമത്തേത്, ആ മിദ്യാന്യ കച്ചവടക്കാരെ ദൈവം ഉപയോഗിക്കുന്നു. And fourth thing is that Egyptian travelers. നാലാമത്തേത്, അവനെ അടിമയായിട്ട് വിറ്റതും ദൈവം ഉപയോഗിക്കുന്നു. And fifth thing is, he was sold as a slave. That also God is using. അടുത്തത്, പോത്തിഫറിന്റെ ഭാര്യ പറഞ്ഞ ആ നുണക്കഥയെ ദൈവം ഉപയോഗിക്കുന്നു. And again he went into a trap. Potiphar's wife is telling a lie. That also God is using. തന്നെ ജയിലിൽ പോയതും ദൈവം ഉപയോഗിക്കുന്നു. And he was imprisoned. At that time also God is using that situation. ആ പാനപാത്രവാഹകൻ നന്ദി കെട്ടവൻ മറന്നതിനെയും ദൈവം ഉപയോഗിക്കുന്നു. The forgetfulness of that cupbearer in the prison, that also God is using. നമുക്കതിനെ സമ്മറൈസ് ചെയ്ത് എങ്ങനെ പറയാം? സഹോദരന്മാരുടെ അസൂയ മുതൽ പാനപാത്രവാഹകന്റെ മറവി വരെ God will use any means to fulfill his glorious purpose. Praise the Lord. Hallelujah. In the life of Joseph, from the envy of his brothers till the forgetfulness of the cupbearer, all these events are turning out into Joseph's goodness. Praise the Lord. ഇതിനകത്ത് പലതും തിന്മയായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന തിന്മയായ കാര്യങ്ങൾ, പല കാര്യങ്ങളും അതിൽ തന്നെ വേദനയായിരിക്കാം, അതിൽ തന്നെ ദുഃഖമായിരിക്കാം, അതിൽ തന്നെ ക്ഷീണമായിരിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ സോവറിൻ പ്ലാനിലായതുകൊണ്ട് ഒരു ഹാമും എനിക്ക് വരുത്താൻ ദൈവം അനുവദിക്കുന്നില്ല. അവൻ്റെ ആ പദ്ധതിക്കായിട്ട് എന്നെ കർത്താവ് ഉപയോഗിക്കുകയാണ്. Amen. So we may think that in many situations and circumstances, when we go through difficult situations, you have to think that I am under the mighty hand of God, and I am under the control or the will and purpose of God, and God will turn out everything for his own purpose, according to his own will, for those who have been called according to his purpose. 119 സങ്കീർത്തനം 91 വാക്യം നോക്കിയേ. Psalm 119 verse 91, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ആ വാക്യത്തിൻ്റെ. സെക്കൻഡ് പാർട്ട് ഓഫ് വേഴ്സ് 91 ഇങ്ങനെ വായിക്കുന്നേ: For all things are your servant. Amen. വാക്യം കണ്ടോ? Psalms 119:91, സർവ്വ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. അതിന്റെ അർത്ഥം തന്നെ ആ വാക്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണ്ടേ?
How can we interpret that verse? ഇവിടെ മിദ്യാന്യ കച്ചവടക്കാര് ആരുടെ ദാസനാ? യാഹുവയുടെ ദാസനാണ്. Here we പോത്തിഫറിന്റെ ഭാര്യ ആരുടെ ദാസിയാ? യഹോവയുടെ ദാസിയാണ്. ആ പാനപാത്രവാഹകനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദൈവമാണ് കൺട്രോൾ ചെയ്യുന്നത്. സഹോദരന്മാരുടെ അസൂയ മുതൽ പാനപാത്രവാഹകന്റെ മറവി വരെ സർവ്വ സൃഷ്ടികളും എൻ്റെ ദാസന്മാരല്ലോ. we can see here all the characters came and troubled in Joseph's life. All those characters are being controlled by Almighty God. Praise the Lord. Hallelujah. ഈ നെബൂഖദ്നേസറിനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എൻ്റെ ദാസനായ നെബൂഖദ്നേസറെ എന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ ദാസനായ. Nebuchadnezzar. അദ്ദേഹം യാഹുവെ സേവിക്കുന്നവനല്ല, ഇസ്രയേലിന്റെ രാജാവല്ല, ബാബേലിലെ ജെന്റൈൽ കിങ് ആണ്. പക്ഷെ ദൈവം വിളിക്കുക എൻ്റെ ദാസനായ നെബൂഖദ്നേസർ. Nebuchadnezzar was a Babylonian Gentile king, but still God is addressing, he is a servant of mine. എന്നാ നെബൂഖദ്നേസർ പാസ്റ്റർ വല്ലതും ആയിരുന്നു? അല്ല. But is Nebuchadnezzar was a pastor? നോ. No. തന്റെ പദ്ധതി നിറവേറ്റാൻ ദൈവം നെബൂഖദ്നേസറിനെയും ഉപയോഗിക്കുകയാണ്. In order to fulfill the purpose of God, God has been using a Gentile king. കോരശിനെ വിളിക്കുന്നത് നമുക്ക് പരിചയമല്ലേ? എൻ്റെ ഇടയൻ, And അറിയത്തില്ല, എൻ്റെ അഭിഷക്തൻ. Chorus. അദ്ദേഹത്തിന് ദൈവത്തെ പറ്റി ഒരു ബോധമുള്ള ആളല്ല. Amen. ജെന്റൈൽ കിങ് ആണ്. പിന്നെ എന്താ? എൻ്റെ ഇടയൻ, എൻ്റെ അഭിഷക്തൻ എന്ന് വിളിക്കാൻ കാര്യം അവരെയും നിയന്ത്രിക്കുന്നത് ഞാനാണ്. ഇസ്രയേലിനെ വിടാനായിട്ട് എൻ്റെ കൽപ്പന അവനോട് പറയുമ്പോൾ അവനെ തടുക്കാനായിട്ട് കഴിയല. Amen. Even another Gentile king, Cyrus, God uses and calling Cyrus also my servant, and he uses for his own purpose this Gentile king. നമ്മൾ ജോലി ചെയ്യുന്നിടത്തെ ബോസുമാരും Amen. പ്രിസപ്റ്റേഴ്സും നമ്മുടെ മാനേജേഴ്സും ഒക്കെ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ സകല സൃഷ്ടികളും എൻ്റെ ദാസന്മാരല്ലോ. Amen. നമ്മൾ കുറയ്ക്കാം. ഓൾ തിങ്സ്. ദൈവം അങ്ങനാണ് ചെയ്യുന്നത് തൻ്റെ പദ്ധതിക്കായിട്ട്. Amen. In order to fulfill God's own purpose, God uses any measure, and everyone, though you are manager or preceptor or wherever you go and whatever you face in your life, all things are controlled by God because all things are his servants. അങ്ങനെങ്കിൽ നെബൂഖദ്നേസറിനെ ദാസൻ എന്ന് വിളിച്ചതും കോരശിനെ അഭിഷക്തൻ എന്ന് വിളിച്ചതും ഒക്കെ എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ കാര്യപരിപാടി നടത്താൻ ദൈവം ഉപയോഗിച്ചത് കൊണ്ട് വിളിച്ച പേരാണ്. That is the reason God wants to use that Gentile kings, Nebuchadnezzar and Cyrus, as called as anointed, because God has been using those people because they are all his servants. അങ്ങനെ ഓൾ ബൈബിളിലൂടെ പോയ കർത്താവ് എന്തിനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് തൻ്റെ പദ്ധതി നിറവേറ്റാൻ? ഒരിക്കലൊരു കഴുതയെ എന്ത് ചെയ്തു? ഒരിക്കലൊരു പുഴുവിനെ എന്ത് ചെയ്തു? ഒരിക്കലൊരു മരത്തെ എന്ത് ചെയ്തു? ഒരിക്കലൊരു തിമിംഗലത്തെ എന്ത് ചെയ്തു? God will use any means to fulfill his purpose in our life. Amen. Throughout the scripture we can see God can use any measure to fulfill his purpose. One time he used a tree, one time he used a worm, one time he used a donkey, different things, because all things are his servants. മറ്റൊന്നിലെ പറഞ്ഞാൽ ജോസഫിന്റെ ചരിത്രത്തിൽ 7 വർഷത്തെ ഒരു കഠിന ക്ഷാമം ഈജിപ്തിലുണ്ട്. ആ 7 വർഷത്തെ ക്ഷാമം എന്തിനാ ഉപയോഗിച്ചെന്നറിയാമോ? ഇസ്രയേലിൽ സന്തതി ശേഷിക്കേണ്ടതിന് ജോസഫിനെ അവിടെ ആക്കണം. അതിനുവേണ്ടി ദൈവം ആ ക്ഷാമത്തെ ഉപയോഗിക്കുകയാണ്. Even the famine happened at the time of Joseph. For 7 years, severe famine. A lot of people was dying. At that time, Joseph was being sent before because God has been using all measures to fulfill his own purpose. ഒരു സ്തോത്രം പറയാമോ? Praise the Lord. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സംഗ്രഹിച്ചിട്ട് Amen. വൈകിട്ട് പ്രാർത്ഥിക്കാൻ നേരത്തെ പറയണം, ദൈവമേ തിരുവെഴുത്ത് അങ്ങനാണല്ലോ, സകല സൃഷ്ടികളും എൻ്റെ ദാസന്മാരാണെന്നാണല്ലോ അങ്ങ് പറഞ്ഞേക്കുന്നത്. കർത്താവേ, ഈ മേഖലയിൽ സ്ട്രഗിളിംഗ് ആണ്, അങ്ങാണല്ലോ റൂൾ ചെയ്യുന്നത്, അങ്ങാണല്ലോ വാഴുന്നത്. അവിടുത്തെ കരുണയുണ്ടാകണമേ. തിമിംഗലത്തെ നിയന്ത്രിക്കുന്നവൻ, ക്ഷാമത്തെ നിയന്ത്രിക്കുന്നവൻ, ജാതീയ രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നവൻ എൻ്റെ കാര്യത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് biblical prayer. Amen. When you kneel down, when you try to pray, kneel down and pray. Pray that God, you are holding everything is are your servants, and you are controlling everything to fulfill your own purpose. And so let us pray that prayer. Praise the Lord. Hallelujah. അടുത്തൊരു പാഠം ജോസഫ് നമ്മളെ പഠിപ്പിക്കുന്നത്
the way up always through the way down. Another lesson Joseph's life is teaching us that always if we want to go up, we need to go down. അതങ്ങനെ തന്നെയാ ആത്മീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാ. ഉയരത്തിലേക്കുള്ള വഴി താഴേക്കൂടാണ്. Amen. It is very true, especially in the matter of spiritual journey. If we want to be lifted up or if we want to grow spiritually, we will always need to go through a valley experience. നമ്മൾ വായിച്ച 105 സങ്കീർത്തനം 19 വാക്യം കണ്ടോ? അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും. ആ റെഫറൻസ് ജനസസിൽ ഇല്ല. നിങ്ങൾ വായിച്ചപ്പോൾ അങ്ങനെ വല്ലതും കണ്ടായിരുന്നോ? ഇല്ല. അത് ഇവിടാണ് ആത്മാവ് എഴുതി വെച്ചേക്കുന്നത്. We can see here Psalms 105 verse 18. They afflicted Joseph's feet with fetters. He himself was laid in irons. This incident we cannot see in the book of Genesis, but here Holy Spirit is mentioning very clearly. ജോസഫിന് മുകളിലോട്ട് പോകാനുള്ള വഴി മിസറബിൾ പിറ്റായിരുന്നു. Joseph's journey, in order to climb up the ladders, he needed to go through a miserable pits. ഇവിടുത്തെ വാക്കുകൾ നിങ്ങൾ വായിച്ചാൽ മതി. ശോധന, വിലങ്ങ്, ഇരുമ്പ് ചങ്ങല, എല്ലാവരുടെയും മറവി, ഉപേക്ഷണം, അസൂയ, അങ്ങനെ താഴെ കൂടെ നടന്ന് ജോസഫ് ഉയരത്തിലേക്ക് പോയി. The way up always through the way down. We can see Joseph went through a lot of difficulties, trials and persecutions, envy of his brothers, wicked thought of his brothers, empty tomb, sold as a slave, and forgetfulness of the cupbearer. Everything led Joseph to climb up the ladders. നിങ്ങൾക്കറിയാമോ, ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. എന്തുകൊണ്ടാണ് ഈ അഫ്ലിക്ഷൻ മുഴുവൻ ജോസഫ് അനുഭവിക്കേണ്ടി വന്നത്? Do you know why all these afflictions Joseph need to go through? All his afflictions came because of his obedience to God. Amen. Because തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കഷ്ടതയ്ക്കും കാരണം ദൈവത്തോടുള്ള തന്റെ സമർപ്പണമായിരുന്നു എന്ന് ബൈബിൾ വെരി ക്ലിയർ ആയിട്ട് പറയുകയാണ്. Because Joseph has to go through all these afflictions. The reason is Joseph obeyed the word of God, and that is the reason he went through all these miseries. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സ്റ്റേജ് കേൾക്കുന്നതും കർത്താവിനെ അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്താണെന്നാ? Smooth. അങ്ങനല്ലേ? നിങ്ങളെന്നാ പുതിയ കാര്യം കേൾക്കുന്ന പോലെ ഇരിക്കുന്നേ? അങ്ങനല്ലേ? എനിക്കും അങ്ങനെയൊക്കെ പ്രസംഗിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ വഞ്ചിക്കണ്ടല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഈസി ആയിട്ട് പറ്റും അതൊക്കെ. ഈ പുൾപിറ്റിൻ്റെ അവിടുന്ന് ബൈബിളും മടക്കി വെച്ച് മൈക്കും എടുത്തോണ്ട് മനസ്സിൽ വരുന്നതൊക്കെ പറഞ്ഞിട്ട് 1 മണിക്കൂർ നടക്കാൻ ആരെ കൊണ്ടാ കഴിയാത്തേ? ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ പ്രീച്ചിങ്. അങ്ങനൊരു പരിപാടിക്ക് നിങ്ങൾ കൈ അടിക്കരുത്. ഞാൻ ഓർക്കുക, ഇപ്പം ഈ അടുത്ത കാലത്ത് നടന്ന ഒരു തീം, ഒരു കൺവെൻഷൻ്റെ തീം, ഒരു കോൺഫറൻസിൻ്റെ തീം ഇതായിരുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ത് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല. നിങ്ങൾക്കറിയാം, അത് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ പ്രസംഗമായിരുന്നു. And recently a conference happened. That conference's theme was bear the fruit of repentance, and that theme was John the Baptist theme. അവിടെ പ്രസംഗിച്ച 95 പ്രീച്ചേഴ്സും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ആവേശത്തിൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. After all the messages, people all got excited and they all stood up after each messages. അവരെ കൈവോക്കുന്നു, മുന്നോട്ട് വരുന്നു, ഭയങ്കര സന്തോഷമാകുന്നു, ഭയങ്കര ബ്ലെസ്സിംഗ് ആണെന്ന് പറയുന്നു. പക്ഷെ യോഹന്നാൻ സ്നാപകൻ ആ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ ലാസ്റ്റ് എന്നാ സംഭവിച്ചെന്നറിയാവോ? തൻ്റെ കഴുത്ത് വെട്ടി. Do you know, after that messages were happened over there, everyone started to climb up and they were all being rejoiceful. But at the time of John the Baptist, when he preached this message, they beheaded him. അങ്ങനെ ആ ചാപ്റ്റർ തീരുന്നേ. ആ പ്രസംഗം കഴിഞ്ഞപ്പം അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ അത് പ്രസംഗിച്ചപ്പോൾ ആ കേൾവിക്കാർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരവരെ കൊന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് കൈയടിക്കുന്നത് അറിയാമോ? ഒന്നേ പ്രസംഗിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായില്ല. Because at the time when John, what the point? ഇത് നമ്മൾ ഉറപ്പായിട്ടും പറയണം ഇനിയും. ഇല്ലെങ്കിൽ നമ്മുടെ സഭകൾ വചനത്തിൽ നിന്ന് ദൂരെ പോകും. നമ്മളൊരു അപ്പോസ്റ്റേറ്റ് റിലീജിയനായിട്ട് മാറും എന്നതിനകത്ത് ഒരു സംശയമില്ല. So we need to clearly preach the word, and then only we can understand the meaning of the word and to obey the word. Then only we can bear fruits. Praise the Lord. Amen. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് അനുസരിച്ചാൽ എല്ലാം സ്മൂത്ത് ആണെന്നല്ല. അല്ല, all
all his afflictions came because of his commitment to God. Amen. Usually we think that if we obey his commandments and if we keep following his commandments, everything will go smoothly. But never think in that way. If we truly need to follow God and his commandments, you will face persecution. എന്നാൽ ജോസഫ് സഹോദരന്മാരോട് നുണ പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകാമായിരുന്നില്ല. പോത്തിഫറിന്റെ ഭാര്യയോട് അനുസരിച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമായിരുന്നില്ല. തൻ്റെ കഴിവ് കൊണ്ട് തനിക്ക് പുറത്തു വരാനുള്ള എല്ലാ ശ്രമവും തനിക്ക് നടത്താമായിരുന്നു. പക്ഷേ തൻ്റെ ജീവിതം കർത്താവിനെ സറണ്ടർ ചെയ്തുകൊണ്ട് ജീവിതം കഷ്ടമായിരുന്നു. എന്നാൽ the way up always through the way down. Joseph could have handled all the situations very differently. He could have lied. He could have enjoyed the pleasures of the life. But he obeyed honestly and sincerely. That is the reason he faced a lot of persecutions. തിരുവഴുത്തിലെ വാക്യം എന്നാ? പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എന്ത് ചെയ്യണമെന്നാ? എതിർത്ത്. അതിന്റെ അർത്ഥം ജീവൻ പോകേണ്ടി വന്നാലും വചനവിരുദ്ധമായതിന് കോംപ്രമൈസ് ചെയ്യരുത്. അങ്ങനെങ്കിൽ നമുക്ക് കഷ്ടതയുണ്ടായിരിക്കും. പക്ഷെ തമ്പുരാൻ നമ്മളെ ഒരിടത്തിരുത്തും. അതൊരു പക്ഷേ 13 വർഷം വേണ്ടി വരും. അല്ല, തമ്പുരാന്റെ ടൈമിംഗ് ആയിരിക്കും. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. Amen. The scripture is very clearly saying that whether you may need to submit your own life to resist the sin, but you have to stand for the truth. So he is a faithful God. പീറ്റർ പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ അടുത്ത ആഴ്ച ദൈവം വെച്ചാൽ പറയാം. ഇതാണ് ആ വാക്യം: ദൈവഹിതപ്രകാരം കഷ്ടം അനുഭവിക്കുന്നത് ദൈവത്തിന് പ്രസാദം. Amen. In Peter stresses a verse like this: it is better to obey God and suffer persecution. Praise the Lord. Amen. ദൈവത്തിന് പ്രസാദം. ഇറ്റ് ഈസ് പ്ലീസിംഗ് ടു ഗോഡ്. Amen. It is, അതായത് നമ്മൾ കഷ്ടം വചനം അനുസരിച്ചുകൊണ്ടാണ്, അതായത് if നമ്മൾ anyone suffers as ആത്മീയരായതുകൊണ്ടാണ് നമ്മുടെ ജോലി സ്ഥലത്ത് കഷ്ടം ഉണ്ടാകുന്നതെങ്കിൽ, Amen. നമ്മൾ വിശുദ്ധരായതുകൊണ്ടാണ് നമ്മൾ പലയിടത്തുനിന്ന് മാറ്റി നിർത്തപ്പെടുന്നതെങ്കിൽ അത് ദൈവത്തിന് പ്രസാദം. Amen. If you are revived, എനിക്ക് നിങ്ങളോട് പ്രബോധിപ്പിക്കാനുള്ളത്, മനുഷ്യൻ പ്രസാദിക്കണ്ട, Amen. തമ്പുരാൻ പ്രസാദിച്ചാ മതി എന്നൊരു ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. We all need to take a stand and think that if you are reviled for the name of Christ, you are blessed, because the spirit of glory and of God rest on you. Make sure that none of you suffers as a murderer or thief or evildoer or a troublesome meddler. But if anyone suffers as a Christian, he is not to be ashamed, but it is to glorify God in this name. Praise the Lord. Amen. ആ പറഞ്ഞ കാര്യത്തെ സമ്മറൈസ് ചെയ്യട്ടെ. Hallelujah. ജോസഫ് ഒരു നല്ല മോഡലായി ഇവിടെ ജീവിക്കാൻ. Amen. Joseph is a good model to follow. God will use any means to fulfill his purpose. Amen. ദൈവം ഏത് മുഖാന്തരങ്ങളെ ഉപയോഗിക്കും അവന്റെ തീരുമാനവും പദ്ധതിയും The പൂർത്തീകരിക്കും. way up always through the way down. എപ്പോഴും ഒരു യാത്ര മേളിലോട്ട് പോകണമെങ്കിൽ അതിന്റെ യാത്ര ആദ്യം നമ്മൾ വളരെ ദുരിതപൂർണവും കഷ്ടവുമായ All his afflictions came because of his obedience to God. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുന്ന ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഉപദ്രവങ്ങൾ The ഉണ്ടാകും. suffering of a true Christian is well pleasing to God. ഒരു ദൈവഭക്തന്റെ വേദനകളും പ്രയാസങ്ങളും കർത്താവ് സമ്മതിച്ചിട്ടാണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു കാര്യം കൂടെ ഓർത്തോണം, God's timing is always perfect. Amen. Always think that കർത്താവിന്റെ സമയമാണ് ഏറ്റവും നല്ല സമയം. അതുകൊണ്ട് ദൈവം നമ്മെ പ്രസാദിച്ചാൽ മതി. അത് പ്രസംഗിക്കുമ്പോഴും പാടുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കർത്താവ് നമ്മുടെ കാര്യം നടത്തും. അവിടുന്നാണ് എല്ലാം തീരുമാനിക്കുന്നത്. എല്ലാം മഹത്വം അവിടുത്തേക്ക്. സകലതും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. താങ്ക് യു. Amen.